ഹലോ എവരിവൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നത് നോക്കാം. ഹീലിംഗ്സ് ആൻഡ് പേഴ്സണൽ റീഡിങ്സ് വേണ്ട പ്രേക്ഷകർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റാഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. സേൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനൽ എൻലൈറ്റൻ എൻചാന്റഡ് 1111 ലിങ്കും തന്നിട്ടുണ്ട്. കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ടുഡേയ്സ് റീഡിംഗ്. സോ ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക് പല കാര്യത്തിൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. ഓക്കെ, സോ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രശ്നങ്ങൾ, ചിലർക്ക് ഉറക്കമില്ലായ്മ, ഓക്കെ, അവിടെയൊക്കെ ഒരു ചെറിയ മാറ്റം ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രേക്ഷകർ പല മെഡിസിൻസ് എടുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം, പല യോഗ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫലപ്രദമായി വരുന്നുണ്ട്. പ്രേക്ഷകരുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ഒരു കാര്യം യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ മൈറ്റ് ബി അതൊരു മന്ത്രമാകാം, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കേൾക്കുന്നതാകാം. ഓക്കെ, പ്രേക്ഷകരുടെ മനസ്സിന് സാന്ത്വനം ലഭിക്കുന്നതും അതുപോലെ തന്നെ പഴയ കൂട്ടുകാർ അല്ലെങ്കിൽ പഴയ ആൾക്കാർ, ഏതൊക്കെ ആൾക്കാരുമായിട്ട് നിങ്ങൾ സംസാരിച്ചിരുന്നു ആൻഡ് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആശ്വാസം ലഭിച്ചിരുന്നു, അവരുമായിട്ടൊരു കണക്ഷൻ ഇന്നത്തെ ദിവസം റീബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രേക്ഷകർ ചെയ്തൊരു കാര്യത്തിനുള്ള റിവാർഡ് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതാണ്. നൗ ജഡ്ജ്മെൻറ്റ് എന്നൊരു കാർഡ് കർമ്മയുടെ കാർഡാണ്. അത് പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം. ദാറ്റ് മീൻസ് എന്ത് കർമ്മ ആണോ പ്രേക്ഷകർ ചെയ്തത്, നല്ലതാണെങ്കിൽ ആ നല്ല കർമ്മത്തിനുള്ള ഒരു റിവാർഡ് ലഭിക്കും. ആൻഡ് എന്തെങ്കിലും തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ റിവാർഡും ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ബി മൈൻഡ്ഫുൾ. ഇന്നത്തെ ദിവസം പെർട്ടിക്കുലർലി ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രേക്ഷകർ എന്ത് ചെയ്യുന്നു, അത് ശ്രദ്ധിക്കുക. ആരെയും വിഷമിപ്പിക്കാതിരിക്കുക, ആരെയും ചതിക്കാതിരിക്കുക. ആൻഡ് ആരെങ്കിലും നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈൻ ലൈറ്റിലേക്ക് അത് സറണ്ടർ ചെയ്യുക. ഓക്കെ, പ്രേക്ഷകരോട് പറയുന്നത് പ്രേക്ഷകരുടെ ഉന്നതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രേക്ഷകരുടെ സെൽഫ് ഡെവലപ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യൂ എന്നാണ് പറയുന്നത്. വിഷമങ്ങൾ, റിഗ്രറ്റ്സ് അതുണ്ടാകും. ലൈഫിലെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ്. പക്ഷേ അതിൽ നിന്ന് പ്രേക്ഷകർക്ക് എങ്ങനെ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും, അതിൽ ശ്രദ്ധിക്കാൻ ആണ് ഇന്നത്തെ ദിവസം പറയുന്നത്. പെർട്ടിക്കുലർലി മെൻ്റൽ ക്ലാരിറ്റി ഏറെ വേണ്ട ഒരു ദിവസമാണ്. സോ പ്രേക്ഷകരോട് എക്സസൈസസ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എന്തൊക്കെ തോട്ട്സ് ആണോ വരുന്നത് അത് ഒരു പേപ്പറിൽ എഴുതാൻ പറയുന്നുണ്ട്. സോ ഒരു പേപ്പർ എടുക്കൂ, നെഗറ്റീവ് തോട്ട്സ് എഴുതൂ, പോസിറ്റീവ് തോട്ട്സ് എഴുതൂ. നെഗറ്റീവ് തോട്ട്സ്, എന്തുകൊണ്ടാണ് ഓരോ തോട്ട്സ് മനസ്സിൽ വരുന്നത്, എന്തുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ നെഗറ്റീവ് തോട്ട് മനസ്സിൽ വരുന്നത്, അതിനെ എഴുതൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് പ്രേക്ഷകർക്ക് ക്ലാരിറ്റി വരാൻ എവിടെയാണ് എന്ത് കാര്യമാണ് പ്രേക്ഷകരെ അലട്ടുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറയുന്നത്. വൺസ് നിങ്ങൾ ആ നെഗറ്റീവ് തോട്ട്സിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി കഴിയുമ്പോൾ, എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ വിഷമം വരുന്നത്, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ആ പേപ്പർ കീറിക്കളയാം. ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. ആ ഗ്ലാസ് വെള്ളത്തിൽ പറയുക, ഞാൻ എൻ്റെ എല്ലാ നെഗറ്റിവിറ്റിയും ഈ വെള്ളത്തിലേക്ക് സമർപ്പിക്കുന്നു. ആൻഡ് ദെൻ ഈ വെള്ളം നിങ്ങൾ ഏതെങ്കിലും ചെടിയിൽ ഒഴിക്കും. ഓക്കെ, ചെടി ചട്ടിയിൽ ഒഴിക്കാം, വെളിയിൽ കളയാം, അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്ത് കളയും. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സ് റിലീസിങ് പ്രോസസ്സ് ആണ്. ഈ റിലീസിങ് പ്രോസസ്സ് പ്രേക്ഷകരുടെ മനസ്സിന് സമാധാനം കൊണ്ടുവരും, ബ്ലോക്കേജസ് മാറ്റി തരുന്നതാണ്, മാനിഫെസ്റ്റേഷൻസ് കൊണ്ടുവന്ന് തരുന്നതാണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വരുന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം പ്രേക്ഷകർ സ്പെൻഡിങ് കുറയ്ക്കുക. ഓക്കെ, നിങ്ങൾ എന്താണോ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, ആവശ്യമുള്ളത് മാത്രം ഇന്നത്തെ ദിവസം വാങ്ങിക്കൂ. അൺനെസസറി സ്പെൻഡിങ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കൂ എന്നതാണ് ഇവിടെ പറയുന്നത്. പ്രേക്ഷകർക്കുള്ള അഡ്വൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ട്രയംഫൻറ്റ് സക്സസ് ആണ്. പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വിജയമുണ്ട്. പ്രേക്ഷകരോട് പറയുന്നത് വിജയത്തിൽ ശ്രദ്ധിക്കൂ. ഏത് കാര്യമാണ് പ്രേക്ഷകർക്ക് സന്തോഷം കൊണ്ടുവരുന്നത്, ഏത് കാര്യമാണ് പ്രേക്ഷകർക്ക് മനസ്സിൽ സംതൃപ്തി കൊണ്ടുവരുന്നത്, ഏത് കാര്യത്തിലാണ് വിജയം വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നത്, ആ കാര്യത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കൂ എന്നതാണ് വരുന്നത്. സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ സൺസ്റ്റോൺ ബ്രേസ്ലെറ്റ് ഇടുന്നത് വളരെ നല്ലതാണ്. കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എന്നാണ് പറയുന്നത്. പല പ്രേക്ഷകർക്കും ഇന്നത്തെ ദിവസം
ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 19-25% പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിവസം കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം, ഓക്കെ, വഴക്കുകൾ ഉണ്ടാകാം, ഡിസെപ്ഷൻ ഉണ്ടാകാം, ചെയ്ത കാര്യത്തിൽ തോൽവി ഏൽക്കേണ്ടി വന്നേക്കാം. ഓക്കെ, ഡു നോട്ട് വറി, ഡിവൈൻ ഹീൽ മീ നൗ എന്നുള്ള സ്വിച്ച് ഫ്രേസ് പറയുക. സഫറിങ് ഇൻ സൈലൻസ്, ഏറെ പ്രേക്ഷകർ സഫറിങ് ചെയ്യുകയാണ് സൈലൻസിൽ. പ്രേക്ഷകർക്കുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത്, ആരുമായിട്ടാണ് നിങ്ങൾക്ക് ഈ സഫറിങ് ലഭിക്കുന്നത്, അയാളുമായിട്ട് തുറന്ന് പറയുക. ഓക്കെ, ബിക്കോസ് പ്രേക്ഷകർ ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ആൻഡ് ഏറെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഈ വിഷമങ്ങൾ അനുഭവിക്കുന്നത്, മറ്റൊരാളോട് പറയുന്നില്ല. ഓക്കെ, മൈറ്റ് ബി പറയാനുള്ള സാഹചര്യം ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരടുത്തുണ്ടായിരിക്കില്ല. പക്ഷേ ഇവിടെ പറയുന്നത് അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കൂ. കാരണം അത് ഒന്നും കൂടി നിങ്ങൾക്ക് തെറ്റായ എനർജിയാണ് നൽകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ എനർജി, നല്ല എനർജിയെ കുറച്ചുകൊണ്ട് തെറ്റായ എനർജി, നെഗറ്റീവ് എനർജിയാണ് കൂടുതൽ കൊണ്ടുവരുന്നത്. സോ ഏറെ പ്രേക്ഷകർ സൈലൻസിലിരുന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്രേക്ഷകരോട് പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആരെയും കണ്ടെത്തൂ. ഓക്കെ, ആരെ വിശ്വസിക്കാൻ പറ്റുന്നതാണോ ആ വിശ്വസിക്കാൻ പറ്റുന്ന ആളോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ എന്നതാണ് പറയുന്നത്. ഓക്കെ, സോ ഓർ വാട്ട് വി ക്യാൻ സേ 99 എന്ന നമ്പർ കാണുവാണെങ്കിൽ ഐ റിലീസ് ദ സഫറിങ്. ഓക്കെ, ഞാൻ എൻ്റെ സഫറിങ്സ് എല്ലാം റിലീസ് ചെയ്യുകയാണ്. ഓർ ഒരു പേപ്പറിനകത്ത് ഓറഞ്ച് കളറിലെ പെൻ കൊണ്ട് 99 എഴുതൂ. ഓക്കെ, ആൻഡ് ദെൻ പറയൂ ഐ റിലീസ് എവ്രി സഫറിങ്. ഞാൻ എൻ്റെ എല്ലാ സഫറിങ്സും റിലീസ് ചെയ്യുന്നു. ഒരു 3 times പറയൂ, എന്നിട്ട് ആ പേപ്പർ കീറിക്കളയൂ. ഓക്കെ, ഈ പ്രോസസ്സ് ഒരു ദിവസത്തിൽ ഒരു 3 to 4 times ചെയ്യൂ. ഓക്കെ, ആ ഒരു മനസ്സിലുള്ള വിഷമം അത് മാറിക്കിട്ടുന്നതാണ്. ഡിസെപ്ഷൻ ആൻഡ് എൻവി, പ്രേക്ഷകരുടെ ചുറ്റിലും ഏറെ ആൾക്കാരുണ്ട്. ഏതൊക്കെ ആൾക്കാർക്ക് പ്രേക്ഷകരോട് എൻവിയാണ്. എൻവി ഇൻ ദ സെൻസ്, പ്രേക്ഷകർ ജയിക്കുന്നത് ഇഷ്ടപ്പെടാത്ത, പ്രേക്ഷകർ ചിരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത, പ്രേക്ഷകരുടെ ജീവിതത്തിൽ നന്മകൾ വരുന്നത് ഇഷ്ടപ്പെടാത്ത ഏറെ ആൾക്കാരുണ്ട്. ഓക്കെ, ആൻഡ് അവർ ജസ്റ്റ് ജെലസ് അല്ല. ഓക്കെ, അവർക്ക് നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ എന്തൊക്കെയോ അത് അവരുടെ ലൈഫിൽ വേണം ആൻഡ് നിങ്ങൾ അത് അനുഭവിക്കാതിരിക്കണം. നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ പ്രേക്ഷകർ അനുഭവിക്കാതിരിക്കണം. അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റിനുണ്ട്. ആൻഡ് ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനത്തെ ഒരാളെ കണ്ടുമുട്ടുന്നതുമാണ്. മൈറ്റ് ബി കോൺവെർസേഷൻ വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്നതായിരിക്കാം. ഓക്കെ, ഓർ ഓഫീസിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നതായിരിക്കാം. പക്ഷേ അങ്ങനത്തെ ഒരാളെ ഇന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഓൾറൈറ്റ്, അത് ശ്രദ്ധിക്കുക. ആരുടെയും ഫേക്ക് എനർജിയിൽ വീണ് പോകാതിരിക്കുക എന്നതും കൂടി ഒരു ഡിസ്ക്ലെയിമറാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഒരാളുടെ ഭാവം, ആൾ പറയുന്നതും ആളുടെ ആക്ഷൻസിനെയും നല്ലപോലെ നോക്കൂ. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു ആളുടെ ഡിസിഷൻസ് എടുക്കാവൂ. പ്രേക്ഷകർക്കുള്ള അഫർമേഷൻ ആണ്, ടു ട്രൂലി ഫ്ലറിഷ് ഈസ് ടു റിലീസ് ഓൾ ദ ടെൻഷൻ ദാറ്റ് ഹോൾഡ്സ് മീ ബാക്ക് ഫ്രം ലെറ്റിംഗ് ലവ് പോർ ത്രൂ മീ. ശരിക്കും നമ്മൾ നമ്മുടെ ലൈഫിൽ അബണ്ടൻസ് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ടെൻഷൻ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, എന്തൊക്കെ ബ്ലോക്കേജസ് ഉണ്ടോ, ഏതൊക്കെ വല്ലായ്മയുണ്ട്, അതെല്ലാം മാറ്റണം. ആൻഡ് അതുപോലെ തന്നെ സ്നേഹത്തെ, പ്യോർ ലവിനെ ജീവിതത്തിൽ വരവേൽക്കണം. ഓക്കെ, സോ ഇവിടെ പ്രേക്ഷകർക്ക് പറയാം, ഐ റിലീസ് ഓൾ ദ ടെൻഷൻ ടു ദ ഡിവൈൻ ലൈറ്റ്, അല്ലെങ്കിൽ ടു ദി മദർ ഗായ. ഓക്കെ, ഐ റിലീസ് ഓൾ ദ ടെൻഷൻ ടു മദർ ഗായ എന്നത് പറയാവുന്നതാണ്. ആൻഡ് ഐ വെൽക്കം ലവ് ആൻഡ് പീസ്. ഐ വെൽക്കം ലവ് ആൻഡ് പീസ്. ഓക്കെ ഗൈസ്, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഇനിയും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.